ശ്രീ സുരേഷ് റിച്ചാർഡിലേക്ക് പോകുന്നു. മുൻ എക്സൈസ് കമ്മീഷണറാണ്. ശ്രീ സുരേഷ് റിച്ചാർഡ്, ഇപ്പോൾ ഈ ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ട് നേരത്തെയും ഒരു കേസ് ഉണ്ടായിരുന്നതാണ്. അത് കൊക്കെയിൻ കേസായിരുന്നു. അത് ഷൈൻ ടോം ചാക്കോ താമസിച്ചിരുന്ന മുറിയിൽ നിന്നും അവിടെ നിന്നും കൊക്കെയിൻ പിടിച്ചെടുക്കുക കൂടി ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നും അയാൾ രക്ഷപ്പെട്ടു പോയായിരുന്നു ആ കേസിൽ. അപ്പോൾ കൃത്യമായ തെളിവുകൾ ശേഖരിക്കുന്നതിൽ പോലീസ് പരാജയപ്പെട്ടു. അതിൽ പോലീസിന്റെ ഭാഗത്ത് വലിയ വീഴ്ചയുണ്ട് എന്നൊരു വിമർശനം കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നിന്ന് വന്നിട്ടേയുള്ളൂ. അതിനുശേഷമാണ് ഇപ്പോൾ അടുത്ത ആരോപണവും പരാതിയുമൊക്കെ ഇപ്പോൾ കേൾക്കുന്നത്. യഥാർത്ഥത്തിൽ എക്സൈസിന് ഇതിലെന്താണ് റോള്? എക്സൈസ് എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ ലഹരി പിടികൂടുന്നത്? അത് പിടികൂടുമ്പോൾ വേണ്ട കൃത്യമായ ചട്ടങ്ങളുണ്ടല്ലോ, അത് പാലിക്കാതെ പിടിച്ചു കഴിഞ്ഞാൽ കേസിൽ നിന്ന് എളുപ്പത്തിൽ ഊരിപ്പോകാനാകും. അതാണിപ്പോൾ ഷൈൻ ടോം ചാക്കോയുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അതെ, ഞാനും ആ വാർത്ത കണ്ടിരുന്നു. കോടതിയുടെ വിധിയും ഞാൻ കണ്ടിരുന്നു. വളരെ ശരിയാണ്, കൊക്കെയിൻ സഹിതമാണ് ഈ ഷൈൻ ടോക്കോയെ പിടിച്ചിരുന്നത് 2014. അപ്പോൾ 11 വർഷങ്ങൾക്ക് ശേഷം വിധി വന്നു. അപ്പോൾ അവിടെ അയാൾ നിരപരാധി ആയതുകൊണ്ടല്ല വെറുതെ പോയത്, അക്വിറ്റ് ആയത്. അവിടെ ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ച കൊണ്ടാണ്. NDPS ആക്ടിൽ സെക്ഷൻ 42-ലും 50-ലും വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഒരു കേസ് എങ്ങനെയാണ് എടുക്കേണ്ടത്, സീസർ നടത്തേണ്ടത് എങ്ങനെയാണ്, അറസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്. പ്രത്യേകിച്ച് സെക്ഷൻ 50 മാൻഡേറ്ററി ആണ്. അതിൽ ഒരു ഗസറ്റഡ് ഓഫീസറെ, സെൻട്രൽ ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്തിട്ടുള്ള ഒരു ഗസറ്റഡ് ഓഫീസറുടെ സാന്നിധ്യം ആവശ്യമാണ്, അല്ലെങ്കിൽ ഒരു മജിസ്ട്രേറ്റിൻ്റെ ആവശ്യമാണ്. ഇത് ആ കേസിൽ പാലിച്ചിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ്, പ്രധാനമായി അതുകൊണ്ടാണ് ആ കേസ് വെറുതെ പോയത്, അല്ല അയാൾ നിരപരാധി ആയതുകൊണ്ടല്ല. അപ്പം ശ്രീമതി ദീദി ദാമോദരൻ പറഞ്ഞതുപോലെ ഇവിടെ സിസ്റ്റം ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. സിസ്റ്റം എന്ന് പറയുമ്പോൾ സജീൻ നമ്പ്യാട്ട് പറഞ്ഞതുപോലെ എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും ഗവൺമെൻറ്റും, അതേപോലെ തന്നെ ഈ സിനിമാ മേഖലയിലുള്ള മോണിറ്ററിംഗ് കമ്മിറ്റി ആയാലും ഇൻ്റേണൽ കമ്മിറ്റി ആയാലും അതുപോലെ എല്ലാ അമ്മ സംഘടന പോലുള്ള എല്ലാ സിസ്റ്റവും ഉണർന്ന് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഇതിനൊരു പരിഹാരം കാണാൻ പറ്റും. പക്ഷെ നല്ല വാക്കുകളൊക്കെ കാണുന്നുണ്ട്, മന്ത്രിയിൽ നിന്നും നമ്മളെല്ലാം വാക്കുകൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അതുപോലെ ഈ മേഖലയുള്ള. പക്ഷേ എന്തുകൊണ്ടാണ് ഈ നടി ഇതുവരെ ഇത്തരത്തിലുള്ള ഫോറത്ത് അല്ലെങ്കിൽ കമ്മിറ്റിയുടെയോ അല്ലെങ്കിൽ മുമ്പാകെ കൊടുക്കാതിരുന്നത്? തീർച്ചയായിട്ടും അത് കാര്യക്ഷമമല്ലാതിരുന്നുകൊണ്ട്, വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്. ഏതോ ഒരു സാഹചര്യത്തിൽ ഒരു മദ്യവിരുദ്ധ അല്ലെങ്കിൽ ലഹരി വിരുദ്ധ പ്രവർത്തനത്തിൻ്റെ വേദിയിൽ അവർ വിമിഷ്ടം, അവരടക്കി വരാത്ത ആ ഒരു എക്സ്പ്രഷനാണ് അവരിൽ കാണാൻ പറ്റിയത്. ആ വേദിയിൽ അവർ തുറന്ന് പറഞ്ഞു പോയതാണ്. നോക്കൂ, ആദ്യത്തെ കേസ് നമ്മൾ നോക്കണം. ഈ ഷൈൻ ടോം ചാക്കോയുടെ ആദ്യത്തെ കേസ് ലഹരി മരുന്ന് കണ്ടെടുത്തു, പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്തു. പക്ഷെ അത് തെളിയിക്കാനായില്ല. വനിതാ പോലീസിൻ്റെതുൾപ്പെടെയുള്ള മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടായിരുന്നു. രക്തപരിശോധനാ ഫലം ഉൾപ്പെടെ പ്രതികൾക്ക് അനുകൂലമായിരുന്നു. അതായത് രക്തപരിശോധനയൊക്കെ വളരെ വൈകിയായിരിക്കും നടത്തിയിട്ടുണ്ടാകുക. അപ്പോഴേക്കും തെളിവൊക്കെ മാഞ്ഞു കാണും. ഈ NDPS ആക്ട് പ്രകാരം കുറ്റം തെളിയിക്കപ്പെട്ടാൽ പ്രതികൾക്ക് വലിയ ശിക്ഷ ലഭിക്കും. അതുകൊണ്ട് തന്നെ പിടിക്കപ്പെടുന്നയാൾക്ക് നിയമപരമായ പരിരക്ഷ ഉറപ്പാക്കുന്ന പോലെ പ്രധാനപ്പെട്ടതാണ് അവർ കുറ്റം ചെയ്തോ എന്ന് തെളിയിക്കുന്ന രേഖകളും. അങ്ങനെ രേഖകൾ കണ്ടെത്താൻ കഴിയാത്ത വിധത്തിൽ ഈ അന്വേഷണം നടത്തുന്നത് ആരുടെ കണ്ണിൽ പൊടിയിടാനാണ് എന്നൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ. അതെ, തീർച്ചയായിട്ടും ഇത് നമ്മൾ സംശയിക്കേണ്ടതാണ്. ഇതാരെ സഹായിക്കാനാണ് ഇതിങ്ങനെ ചെയ്തത്? അവിടെ ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ചയാണ്. ആ കോടതി ഉത്തരവ് പ്രകാരം ആ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കേണ്ടതാണ്. അവിടെ പറയുന്നത് 2014 പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇതിൻ്റെ നടപടിക്രമങ്ങൾക്ക് അറിയില്ല എന്നാണ്. നമുക്കറിയാം, നിയമത്തിൻ്റെ മുന്നിൽ ഇഗ്നറൻസ് ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ്. അവിടെ ഉദ്യോഗസ്ഥന്മാർക്ക് അവർ ലേൻമാൻ അല്ല. അതെങ്ങനെയാണ് അത് വിശ്വസിക്കാനാവുക? കാരണം 22 ദിവസം നിരീക്ഷിച്ച ശേഷമാണത്രേ അന്ന് ഷൈൻ ടോം ചാക്കോയെ പിടികൂടിയത്. 22 ദിവസം നിരീക്ഷിച്ച ശേഷം. അതെ. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ രക്തസാമ്പിൾ എടുക്കുന്നത് തന്നെ വളരെ താമസിച്ചു പോയി. നമ്മൾ അതിൻ്റെ സാമ്പിൾ എടുത്ത് പരിശോധിച്ച് 24 മണിക്കൂർ കഴിഞ്ഞാൽ അത് ട്രേസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ മുടി കട്ട് ചെയ്ത് പരിശോധിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അയാൾ കൊക്കെയിൻ കഴിച്ചിട്ടുണ്ടോ എന്നറിയാം. ഇവിടെ കഴിച്ചിട്ടുണ്ടോ എന്നുള്ളതല്ലല്ലോ പ്രശ്നം. ഇവിടെ അദ്ദേഹത്തിനോടൊപ്പം തന്നെ തൊണ്ടി സാധനം കയ്യിലെടുത്തില്ലേ? അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ആ കേസ് അന്വേഷണത്തിൻ്റെ, അല്ലെ കേസ് ഡിറ്റക്ഷൻ്റെയും അന്വേഷണത്തിൻ്റെയും ഭാഗത്തുനിന്ന് വീഴ്ചയാണ്. അഥവാ ഡിറ്റക്ഷനിൽ അങ്ങനെ ഒരു പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്റിഗേഷനിലൂടെ അത് നികത്തപ്പെടാമായിരുന്നു. അപ്പോൾ അവിടെ കേസിൻ്റെ ഡിറ്റക്ഷനും ഇൻവെസ്റ്റിഗേഷനും ഒക്കെ പരാജയമാണ്. അവിടെ സ്ത്രീകൾ കൂടിയുണ്ട്, സ്ത്രീകൾ കൂടി ഉൾപ്പെട്ട കുറ്റകൃത്യമാണെന്ന് അറിയാമായിരുന്നു. എന്നിട്ട് വനിതാ ഗസ്റ്റഡ് ഓഫീസർ ഉണ്ടായില്ല. അതുകൊണ്ട് ദേഹപരിശോധന ആ രൂപത്തിൽ നടത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇതൊക്കെ തന്നെയും വീഴ്ചകളാണ്. ഇത് കൃത്യമായി കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. അങ്ങനെയാണ് ഇയാൾ പുറത്തിറങ്ങുന്നത്, അല്ലേ? അപ്പോൾ ഇതൊന്നും അറിയാതെയാണ് പോലീസും
എക്സൈസ് ഇക്കാര്യത്തിൽ എങ്ങനെയാണ് ഒരു റെയ്ഡിന് പോകാറ് ശ്രീ സുരേഷ് റിച്ചാർഡ്? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇതിൻ്റെ ട്രെയിനിങ് തന്നിട്ടുണ്ട്. നമ്മൾ ആക്ടിൽ സെക്ഷൻ 42 അനുസരിച്ച് തന്നെയാണ് ചെയ്യുന്നത്. സെക്ഷൻ 50 പാലിക്കാറുണ്ട്. എന്നാൽ ചില കേസുകളിൽ പാലിക്കാറില്ല. അത് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു വീഴ്ചയാണ്, അനാസ്ഥയാണ്. അപ്പോൾ ആ ഉദ്യോഗസ്ഥന്മാർക്ക് തീർച്ചയായിട്ടും ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ പണിഷ്മെൻറ്റ് കൊടുക്കാറുണ്ട്, അവരെ ട്രെയിനിങ്ങിന് വിടാറുണ്ട്. അത് എക്സൈസ് വകുപ്പിൽ ചെയ്യാറുണ്ട്. എക്സൈസ് വകുപ്പിൽ സെക്ഷൻ 50 പാലിക്കാത്തതായ ഒരു ഉദ്യോഗസ്ഥന് ഇപ്പോഴുണ്ട് എന്നെനിക്കറിയില്ല. അപ്പോൾ അത് കൃത്യമായി ചെയ്യുന്നുണ്ട്. പോലീസിന് എന്തുകൊണ്ട് ആ വീഴ്ച വന്നു എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അവരുടെ ഇഗ്നറൻസ് കൊണ്ടാണോ? ഒരിക്കലും ഇഗ്നറൻസ് നമുക്ക് പറയാൻ പാടില്ല. അതാണ് ഇവിടെ കാണുന്നത്. പിന്നെ കേസിൻ്റെ തൊണ്ടി മുതൽ കണ്ടെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു കാലതാമസം വരാതെ രാസപരിശോധന ഫലം വേണം. നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് ഈ 3 സ്ഥലത്ത് മാത്രമേ രാസപരിശോധന ലബോറട്ടറി ഉള്ളൂ. അപ്പോൾ അതിലുള്ള കാലതാമസം നോക്കുക. ആ കാലതാമസം സർക്കാർ തന്നെയാണ് പരിഹരിക്കേണ്ടത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും കൂടി, അതാണ് ശ്രീമതി ദീദി ദാമോദരൻ പറഞ്ഞതുപോലെ സിസ്റ്റം മൊത്തമായി മാറണം. കുറ്റമറ്റ രീതിയിലുള്ള അന്വേഷണം വേണം. അതുപോലെ തന്നെ തെറ്റായ രീതിയിൽ കേസെടുത്താൽ ആ ഉദ്യോഗസ്ഥന്മാർക്ക് ശിക്ഷ കിട്ടും എന്നുള്ള ഒരു ചിന്തയും കൂടി വേണം. അത് NDPS ആക്ട് തന്നെ പറയുന്നുണ്ട്. കാരണം കടുത്ത ശിക്ഷ ആയതുകൊണ്ടാണ് 10 വർഷം മുതൽ 20 വർഷം വരെയും ഒക്കെ ശിക്ഷ കിട്ടും. അത് മാത്രമല്ല ക്യാപിറ്റൽ പണിഷ്മെൻറ്റ്, ഡെത്ത് പെനാൽറ്റി വരെയുണ്ട്, റിഗറസ് ഇംപ്രിസൺമെൻ്റ് ഉണ്ട്, ഫൈനും ഉണ്ട്. അപ്പോൾ അത്രമാത്രം ശിക്ഷ വരുന്നതുകൊണ്ടാണ് ഈ പ്രൊസീജിയർ കൃത്യമായി പാലിക്കണം. കാരണം ഒരു നിരപരാധികൾ പോലും ഇത്രയും കടുത്ത ശിക്ഷയ്ക്ക് വിധേയമാകരുത്. അപ്പോൾ അത് ഉദ്യോഗസ്ഥന്മാർ പാലിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു വിഷയമാണ്. അതിനുമേൽ നല്ലൊരു അന്വേഷണം തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് നടത്തേണ്ടതുണ്ട്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.